ഹായ് വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ ആണ്. അപ്പോൾ എന്തായാലും റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ട്. അത് ഒറ്റയ്ക്ക് പൊരുതി നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ ഒരു പേഴ്സണോട് കാണാൻ സാധിക്കുന്നത്. അവർക്ക് ചുറ്റും ഒട്ടും അനുകൂലമല്ലാത്ത സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇവിടെ കാണുന്നത്. വൈകാരിക മേഖലയിൽ നോക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് സ്നേഹം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇമോഷണൽ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു നീക്കമില്ലായ്മ, എന്ത് ചെയ്യണം, എങ്ങനെ പോകണം എന്നൊരു ബുദ്ധിമുട്ട് ആ വ്യക്തി ഇവിടെ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ചലഞ്ച് ആ വ്യക്തിയുടെ ലൈഫിൽ വരുന്നതെന്ന് വെച്ചാൽ ഹാങ്ഡ് മാൻ ആണ്. അപ്പോൾ ഒരു സ്ലോ മൂവിങ് എനർജിയാണ് കാണുന്നത്. കാര്യങ്ങളിലൊരു താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ കാര്യങ്ങളിലേക്ക് കൂടുതൽ വേറിട്ട രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനൊരു കോൺഫ്ലിക്ട്സ് ആളുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്നൊരു ചോദ്യം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടായിരിക്കണം പല കാര്യങ്ങൾ ആ വ്യക്തി പല രീതിയിൽ പല തലങ്ങളിൽ നിന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ കൂടി ഒരു ഡിസിഷൻ മേക്കിംഗ് ഇവിടെ ഒരു സ്ലോ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ പല തീരുമാനങ്ങളും ഡിലേ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഇവിടെ ഒരു വ്യക്തത ഇല്ലായ്മ, അല്ലെങ്കിൽ ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ്, കോൺഫ്ലിക്ട്സ്, അതിൽ നിന്നും ഒരു മോചനം കിട്ടിയിട്ടാകാം അടുത്തൊരു സ്റ്റെപ്പ് എന്നുള്ളൊരു നിലപാടായിരിക്കണം ആ വ്യക്തി എടുക്കുന്നത്. വൈകാരികമായിട്ട് നോക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു ഇമോഷണൽ കമ്മിറ്റ്മെൻറ്റുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും അതെങ്ങനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ എങ്ങനെ ഒരു മൂവ്മെൻറ്റ് വരുത്താം എന്നുള്ളതിൽ യാതൊരു ലക്ഷ്യവും ഇല്ലാതെ നിൽക്കുന്നൊരു എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.